മുഖ്യമന്ത്രി ഏതായാലും ഇവിടെ ഉണ്ടല്ലോ, അദ്ദേഹം ഞങ്ങളുടെ ചില ചോദ്യങ്ങൾക്ക് മറുപടി പറയണം. നിലമ്പൂർ ഉൾപ്പെടെ മലയോര പ്രദേശം കേരളത്തിലുണ്ട്. മലയോര ജനത വലിയ ദുരിതങ്ങൾ നേരിടുകയാണ്. വ്യാപകമായ വന്യജീവി ആക്രമണമാണ്. ഈ കഴിഞ്ഞ കുറേ വർഷങ്ങൾക്കിടയിൽ 1000-ലധികം പേർ കൊല്ലപ്പെടുകയും 8000-ലധികം പേർക്ക് പരിക്കുപറ്റി ആശുപത്രിയിൽ കിടക്കുകയും ചെയ്യാണ്. ഇവരെ രക്ഷിക്കാനുള്ള ഒരു നടപടിയും ഗവൺമെന്റ് സ്വീകരിക്കുന്നില്ല. ഈ വർഷമായപ്പോഴേക്കും വന്യജീവി ആക്രമണം രൂക്ഷമായി വർദ്ധിക്കുകയാണ്. പരമ്പരാഗതമായി ചെയ്യുന്ന പ്രതിരോധ സംവിധാനങ്ങളോ ആധുനികമായ പ്രതിരോധ സംവിധാനങ്ങളോ ചെയ്യാതെ എന്തുകൊണ്ട് ഗവൺമെന്റ് നിഷ്ക്രിയത്വം പാലിക്കുന്നു? കേന്ദ്ര സർക്കാരിന്റെ ഉത്തരവുണ്ടായിട്ട് പോലും വന്യജീവി ചീഫ് വൈൽഡ് വാർഡനെ മനുഷ്യജീവനെ അപകടകാരികളാകുന്ന മൃഗങ്ങളെ കൊല്ലാനുള്ള അധികാരം സംസ്ഥാനത്തിനുണ്ടായിട്ടും എന്തുകൊണ്ട് അത് ഉപയോഗിക്കാതെ, എന്തുകൊണ്ടാണ് നിഷ്ക്രിയത്വം ഈ ഗവൺമെന്റ് വന്യജീവി ആക്രമണ കാര്യത്തിൽ മുഖമുദ്രയായി എടുക്കുന്നത്? രണ്ടാമത്തെ കാര്യം, ഒരു ധനപ്രതിസന്ധിയില്ല എന്ന് പറയുന്ന മുഖ്യമന്ത്രിയോടാണ് രണ്ടാമത്തെ ചോദ്യം. മെഡിക്കൽ സർവീസസ് കോർപ്പറേഷന് കോടികൾ കൊടുക്കാനുള്ളത് കൊണ്ട് ആശുപത്രികളിൽ മരുന്നില്ല. സിവിൽ സപ്ലൈസ് കോർപ്പറേഷന് കോടികൾ കൊടുക്കാനുള്ളത് കൊണ്ട് മാവേലി സ്റ്റോറിൽ സബ്സിഡി കൊടുക്കുന്ന സാധനങ്ങളില്ല. ആശുപത്രികളിൽ കാരുണ്യ പദ്ധതി നിലച്ചു. സിവിൽ സപ്ലൈസ് കോർപ്പറേഷന് കോടികൾ കൊടുക്കാനുള്ളത് കൊണ്ട് മാവേലി സ്റ്റോറിൽ സബ്സിഡി കൊടുക്കുന്ന സാധനങ്ങളില്ല. ആശുപത്രികളിൽ കാരുണ്യ പദ്ധതി നിലച്ചു. നമുക്ക് എല്ലാവർക്കും അറിയാം, ക്ഷേമനിധി ബോർഡുകൾ വലിയ പ്രതിസന്ധിയിൽ 2500 കോടിയാണ് ക്ഷേമനിധികളിൽ നിന്ന് പാവപ്പെട്ടവൻ അംശാദായി അടയ്ക്കുന്ന തുക സർക്കാർ കൊണ്ടുപോയത്. ജീവനക്കാർക്കും പെൻഷൻകാർക്കും കോടികളാണ് ഈ സർക്കാർ കൊടുക്കാൻ. ഞാൻ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയോട് ഭരണവുമായി ബന്ധപ്പെട്ട, അദ്ദേഹത്തിന്റെ സർക്കാരുമായി ബന്ധപ്പെട്ട 7 പ്രധാന ചോദ്യങ്ങൾ ഉയർത്തിയ ഞാൻ വിനയപൂർവ്വം അദ്ദേഹത്തോട് അഭ്യർത്ഥിക്കുന്നു, അദ്ദേഹം നിലമ്പൂരിലെ പ്രചരണം കഴിഞ്ഞു പോകുന്നതിന് മുമ്പ് ഈ 7 ചോദ്യങ്ങൾക്കും അദ്ദേഹം ഉത്തരം പറയണം.